സുഖാണെന്ന് വിചാരിക്കണോ. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലത്തേക്കുള്ള നമ്മൾ അപ്പത്തിനുള്ള മാവൊക്കെ അതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ നമ്മളിന്ന് ചന മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ കടലയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കുതിർന്നതാ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കണം. അതിന് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സവോള നമ്മൾ നല്ല ചെറുതായിട്ട് നുറുക്കിയെടുക്കണം കേട്ടോ. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് എടുത്താലും മതിയാവും. ഇങ്ങനെ അരിഞ്ഞെടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അരിഞ്ഞ് ഇതാ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി വേണം കേട്ടോ. തക്കാളിയും അതേപോലെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആവശ്യമുണ്ട്. ചന മസാലയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. ഇത് നല്ല അടിപൊളിയൊരു കറിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതാ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സവോള ഒഴികെ ബാക്കിയെല്ലാം മിക്സിയുടെ ഒരു ചെറിയ ജാറുണ്ടല്ലോ, മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ പെരിഞ്ജീരകവും ചേർക്കും. ഒരു അര സ്പൂൺ പെരിഞ്ജീരകവും അതുപോലെ അര സ്പൂൺ തന്നെ നല്ല ജീരകവും ചേർത്ത് കൊടുക്കും. പിന്നെ അര സ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ, ഓയിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ കഷ്ണം കറുവപ്പട്ടയും 2 ഗ്രാമ്പും ഇട്ടിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ മുന്നേ അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കടലയുണ്ടല്ലോ, കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. കടല ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ടാണ് നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് കടല വേവാൻ ആവശ്യമുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ കുക്കറൊക്കെ ഒരു 4 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങയും അതേപോലെ 2-3 ബദാമും കൂടി അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കടലയിൽ. എന്നിട്ടാണ് ഇതെടുത്തത്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കണമേ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ അപ്പം കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അപ്പം നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്താ മോനെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അവന് രാവിലെ തന്നെ പോകണം കേട്ടോ. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ബസ് വരും. അപ്പോൾ 7:30 തന്നെ അവൻ റെഡിയായിട്ട് നിൽക്കണം. നമ്മൾ മെയിൻ റോഡിൽ കൊണ്ടുപോയി ആക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എന്താ അവൻ അപ്പമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. കറി അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അവൻ കഴിക്കുന്ന സമയം ആയില്ല. അവനൊരു 8-8:30 ഒക്കെ ആകുമ്പോഴാണ് നോർമലി കഴിക്കുന്നത്. അപ്പോൾ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ടാണല്ലോ പോണത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. അപ്പോൾ ആളങ്ങനെ പതിയെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവൻ റെഡിയായി. ഇനി അവനെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ബ്രെഡിൽ പീനട്ട് ബട്ടറൊക്കെ തേച്ചിട്ട് അങ്ങ് കൊടുത്തു വിടുകയാണ് കേട്ടോ. അവനിഷ്ടമാണിത്. കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ കൊടുത്തു വിടുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സന്തോഷം എന്നൊക്കെ പറയുന്നത് ഇതാണല്ലേ. കുട്ടികളാണെങ്കിൽ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അവരത് സന്തോഷത്തോടെ അത് കഴിച്ച് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റൊക്കെ കാണിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത് ഒരമ്മയ്ക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ലേ. ഒരമ്മമാർക്ക് അത് മനസ്സിലാവും. കുട്ടികളൊക്കെ എന്താ പറയുക, ഹാപ്പി ആയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ച് അത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആകും കേട്ടോ. ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഹാപ്പി ആവുന്ന ആളാണ്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. മക്കൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ അത് നന്നായിട്ടുണ്ട്, അമ്മ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയല്ലേ. അപ്പം ഞാനും ഏട്ടനുണ്ട്. മോനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അങ്ങ് മെയിൻ റോഡിലേക്ക് നമ്മൾ നടക്കണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ ഒന്ന് തൊഴുതിട്ടൊക്കെ അവൻ പോവുകയാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. കാരണം 2 മാസം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ട് എന്താ കളിയും ചിരിയും അടിയും പിടിയും ഒക്കെ ആയിട്ടിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വിഷമം ഉള്ളിൽ തോന്നി കേട്ടോ. പക്ഷേ ആൾ ഭയങ്കര ഹാപ്പിയാണ്. സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്താ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു ഫ്രണ്ടിനെ കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആൾ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആളെ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊരുമിച്ചാണ് അങ്ങ് പോണത് കേട്ടോ. അപ്പോൾ ഇതാ അവൻ അങ്ങനെ ബസ്സിൽ കയറി അങ്ങ് പോവാണ്. അപ്പോൾ അങ്ങനെ നോക്കി നിന്നപ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ തോന്നി കേട്ടോ ഉള്ളിൽ.
അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ ചെറിയ മോന് ധ്യാൻകുട്ടന് ഭക്ഷണമൊക്കെ കൊടുത്തു. അവനും അങ്ങനെ ഹാപ്പി ആയിട്ട് കഴിച്ചു. വെള്ളമൊക്കെ കുടിച്ചിട്ട് അവനങ്ങനെ ഉറങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ ആൾ ഉറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ രാവിലത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.